അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ അദ്ദേഹം ദുൽകിഫിൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്, നോക്കൂ, അവർ വളരെ വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരാണ്, അവർ മുഖം നോക്കാതെ നടപടിയെടുക്കും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ മുകേഷിനെതിരെ നടപടിയെടുത്തില്ലല്ലോ. ആ ധാർമ്മികത ഉണ്ടെങ്കിൽ മുകേഷിനെതിരെ നടപടിയെടുത്തോ അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ നടപടിയെടുത്തോണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രതിരോധം നമുക്ക് നോക്കൂ. ഇപ്പോൾ ഒരു വിഷയം ഉയർന്നു വരുന്നു. ആദ്യത്തെ 1, 2, 3 തവണയൊക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താം. പക്ഷേ എല്ലാ ദിവസവും അതേ കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേതായി, ഇപ്പോൾ ദുൽകിഫിൽ ആദ്യം സംസാരിച്ചു വന്ന ആ ലൈനിൽ നിന്നും അവസാനമാകുമ്പോഴേക്കൊരു വലിയ മാറ്റം വരുന്നു. അതായത് ഇതിൽ വലിയ നാരോ ലൈനിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അവൾ വളരെ അധികം പ്രതിരോധത്തിലാകും. അതുകൊണ്ട് തന്നെയാണോ ഈ രാജിക്കാര്യത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്? അതോടൊപ്പം തന്നെ ഈ വന്ന ആരോപണങ്ങളിൽ കേസെടുക്കരുത് എന്ത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഇതാ സർക്കാരിനെതിരെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കന്മാർക്കെതിരെ ആരോപണം വന്നപ്പോൾ നടപടിയെടുത്തിട്ടില്ല, ഞങ്ങൾ നടപടിയെടുത്തു എന്ന രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ പല പേരുകളും അവർ പറഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാർക്കെതിരെ അതാത് സമയത്ത് തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞല്ലോ, ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നീട് കോടതികളും നിയമ സംവിധാനവും എല്ലാം കൃത്യമായി പരിശോധിച്ച് ഇത് വ്യാജ പരാതിയാണെന്നും ഒരു കഴമ്പുമില്ല ഈ പരാതികളിൽ നിന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കൃത്യമായി അവർ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വന്നത്. ഇപ്പോൾ ഒരു അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനായിട്ടുള്ള നടപടിയല്ല, കൃത്യമായി പരിശോധിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവർക്കെതിരായിട്ടുള്ള ആരോപണമേ നിലനിൽക്കുന്നില്ല എന്ന് നീതിപീഠങ്ങൾ വരെ കണ്ടെത്തി ഒരു സാഹചര്യത്തിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഇവർ പറയുന്നത് ഞങ്ങൾ മാത്രമേ നടപടി എടുത്തുള്ളൂ, മറ്റാർക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോഴും സംസ്ഥാന കമ്മിറ്റി തുടരുന്നു, അഖിലേന്ത്യാ കമ്മിറ്റിയിൽ തുടരുന്നു, KPCC അംഗമായി തുടരുന്നു, മറ്റൊരു സ്ഥാനത്തൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ മാറ്റി നിർത്താനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താ? അത്ര ഗുരുതരമായിട്ടുള്ള നിരവധി പരാതികൾ വരികയാണ്. ഇപ്പൊ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുന്ന തരത്തിലേക്ക് കൃത്യമായി ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുക, അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, അതിനുവേണ്ടി കൂട്ടുനിൽക്കുക, അതിനുവേണ്ടി ഭീഷണിപ്പെടുത്തുക, ഇത്തരം സാഹചര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചല്ലോ എന്നതാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നു കുറേ നാളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവർ വിൻസെന്റിനെതിരെ നടപടിയെടുത്തില്ല, അദ്ദേഹം MLA ആയിട്ട് തുടരുന്നു. എൽദോസ് കുന്നപ്പള്ളി MLA ആയിട്ട് തുടരുന്നു. ഇതൊക്കെ UDFന്റെ കാലത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയി പ്രവർത്തിക്കുമ്പോൾ വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതൊന്നും ഇവർക്ക് പറയാൻ സമയമില്ല. മറിച്ച് മുകേഷ് എന്ന് പറയുകയാണ്. ഇപ്പൊ മുകേഷിനെതിരെ പരാതി കൊടുത്ത ആളിപ്പോൾ എവിടെയാ? ഞാൻ അതിന്റെ ക്രെഡിബിലിറ്റിയിലേക്കോ കേസിന്റെ കാര്യത്തിലേക്കോ പോകുന്നില്ല. തമിഴ്നാട്ടിൽ ജയിലിൽ കിടക്കുകയാണ്. 11 കൊല്ലം മുമ്പുള്ള ഒരു ആരോപണമാണ് വന്നത്. ആ സമയത്ത് അദ്ദേഹം MLA അല്ല, CPM ആയിട്ടൊരു ബന്ധമില്ല, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മെറിറ്റ് അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പോൾ വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് തെന്നി മാറാൻ പല ശ്രമങ്ങളും നടക്കുകയാണ്. ഒരു കാര്യം ഞാൻ ചോദിപ്പിക്കാം, അടുത്ത കാലത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലായ ഓരോ വിഷയം എടുത്തു നോക്ക്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഈ MLA ഇല്ലേ, യുവ MLA ഇല്ലേ, സ്വന്തം സംഘടനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് വ്യാജ ID കാർഡ് ഉണ്ടാക്കി മത്സരിച്ച് ലക്ഷക്കണക്കിന് ID കാർഡ് ഉണ്ടാക്കിയെന്നും രജനീകാന്തും കമലഹാസനും വിജയും എല്ലാം വന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്നും പുറത്തു കൊണ്ടുവന്നത് ഇടതുപക്ഷമല്ലല്ലോ. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കന്മാരല്ലേ പുറത്തു കൊണ്ടുവന്നത്? നിങ്ങൾ തന്നെയല്ലേ ചർച്ച നടത്തിയത്? അതിലെ പ്രതികളെ, വ്യാജ ID കാർഡ് ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇതേ യുവ MLA വാഹനത്തിൽ നിന്ന് തന്നെയല്ലേ? ഞങ്ങളല്ലല്ലോ ഇതിന്റെ പുറകിൽ. രണ്ടാമത് നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ വലിയ വിവാദം നിലനിൽക്കുന്നു. ഞങ്ങൾ 7 ലക്ഷം രൂപ പിരിച്ചു, 2.5 ലക്ഷം രൂപ പിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ 7.5 ലക്ഷം പിരിച്ചു, 10 ലക്ഷം പിരിച്ചു എന്നും പറഞ്ഞ് പല മണ്ഡലം കമ്മിറ്റിയും പരാതി കൊടുത്ത് വാർത്ത പുറത്തു വന്നില്ലേ? അങ്ങനെ വരുമ്പോൾ എത്ര കോടി പിരിച്ചു? ഒരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ? ഇതേ യുവ MLA പ്രഖ്യാപിച്ചല്ലോ, DYFI 20 വീട് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. DYFI 100 വീട് കൊടുത്തു. ഇവർ ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് തട്ടിപ്പിന്റെ വാർത്തകൾ ഓരോ ദിവസവും സജീവമായിട്ട് ചർച്ചയാക്കുന്നത് ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. പിന്നെ പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത, ഏത് സാക്ഷാൽ K കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടി അമ്മയെ വരെ ഇത്ര ക്രൂരമായിട്ട് അപമാനിച്ച ഒരു നേതാവ് കേരളത്തിലുണ്ടോ? കോൺഗ്രസ് നേതാവാണ്. അതേപോലെ തന്നെ പത്മജ വേണുഗോപാലിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമാധ്യമങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനം നടത്തി സംശയം ഉന്നയിക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഏറ്റവും അവസാനം നിന്റെയൊക്കെ സർവീസിനുള്ള പാരിതോഷികം ഞാൻ തരാമെന്നും പറഞ്ഞ് നിയമപരമായി ഡ്യൂട്ടി ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി നമ്മൾ കണ്ടില്ലേ? എത്രയോ നേതാക്കന്മാരെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എടോ ഗോവിന്ദ, എടോ വിജയ, അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ അടക്കമുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ അപമാനിക്കുന്ന സാഹചര്യമുണ്ടായി. അന്നും
ചർച്ചകളിൽ ഉൾപ്പെടെ ഞങ്ങളെ ഉൾപ്പെടെ അപമാനിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് വേണ്ടി താങ്കൾ കാണിക്കുന്ന ഈ അഭ്യാസങ്ങളൊന്നും ജനങ്ങളുടെ കോടതിയിൽ വിജയിക്കില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് ഒരു അറുതി വരും. അന്തിമ വിജയം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിപ്പിക്കുന്ന ശരിയുടെ രാഷ്ട്രീയത്തിനായിരിക്കും എന്ന് നേരെ നോക്കി പറയേണ്ടി വരുന്ന സാഹചര്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നിട്ട് ന്യായീകരിച്ച് ഇതിൽ വിക്ടിമിനെ ആക്രമിക്കുകയാണ്. ഒരു എം പി പറഞ്ഞില്ലേ, അല്പവസ്ത്രധാരികളായിട്ട് നടക്കുകയാണെന്ന്. ഈ കോൺഗ്രസിന്റെ എം പിമാരാണോ ഇവിടുത്തെ സ്ത്രീകൾ ഏതു തരത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്? ഇത്തരത്തിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ? ഇന്ന് പലരും രംഗത്ത് വന്നത് നിരവധി തെളിവുകൾ വരാൻ പോവുകയാണ്. അത് കൃത്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരാൾക്കും ഒരു ജനങ്ങളുടെ മുന്നിലേക്കും പോകാനോ വോട്ടഭ്യർത്ഥിക്കാനോ അവരുടെ ഭാഗമായി മാറാനോ കഴിയാത്ത സാഹചര്യത്തിലുള്ള തെളിവുകൾ പുറത്തു വരികയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ലീഗിന്റെ നേതാക്കന്മാരടക്കമുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം വന്നത്. അപ്പോഴും ഈ യുവ MLA പത്രസമ്മേളനം നടത്തി ഇതിൽ പരാതിക്കാരായിട്ട് വന്നവരെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്രമം എത്ര തുടർന്നാലും ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാത്തതെന്ന് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതും ഈ യുവ MLA ഉദ്ദേശിക്കുന്നതും എത്രയും പെട്ടെന്നൊരു കേസ് വിക്ടിമില്ലാതെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പോയി ജാമ്യാപേക്ഷ കൊടുക്കാം, അപ്പോൾ ജാമ്യം കിട്ടും. അപ്പോൾ പറയുന്നത് ഈ കേസുകളൊക്കെ വ്യാജമാണെന്ന് പറയുന്ന സാഹചര്യം. ഇവിടെ ബാലാവകാശ കമ്മീഷന്റെ റഫറൻസും വനിതാ കമ്മീഷനും DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ വിരയെ കണ്ടുപിടിച്ച് ഈ കൃത്യമായിട്ട് ഭ്രൂണഹത്യ നടത്തിയിട്ടുണ്ടോ, ഗർഭസ്ഥ ശിശുവിനെ കൊന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകും. യഥാർത്ഥത്തിൽ ഈ വിക്ടിമുകൾ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂ പോലെ തന്നെ നേരെ വന്ന് പോലീസിനും കോടതിക്കുമാണ് തെളിവ് തരേണ്ടത്. നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ പോയാൽ മാത്രമേ ഇവർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട റിലീഫ് കിട്ടുകയുള്ളൂ. അത് പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടും എല്ലാം ആയിരിക്കാം ചിലപ്പോൾ അവർ മടി കാണിക്കുന്നത്, ജീവഭയം കൊണ്ടായിരിക്കാം. പരസ്യമായി ഇപ്പൊ കൊന്നുകളയുക, അതിന് 1-2 മിനിറ്റ് മതി, സെക്കൻഡ് മതി എന്നൊക്കെ പറയുന്ന ഓഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ പരസ്യമായിട്ട് ഇവർ രംഗത്ത് വന്നാൽ എന്തായിരിക്കും സാഹചര്യം? അപ്പോൾ കോടതിയുടെയും പോലീസിന്റെയും ചുമതല നിർവഹിക്കും. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോട് സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യം ഒരാളുടെ ഭാഗത്തുനിന്നുമില്ല. അതിശക്തമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കും. അതിന്റെ തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അധികം താമസിയാതെ തന്നെ ആ തെളിവ് ശേഖരണം പൂർത്തിയായി നിയമ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.